ഹലോ, ഇന്ന് ഞാനൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടോ ഇടാൻ പോകുന്നത്. ഞാനൊരു പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ആ പൈനാപ്പിൾ നമുക്ക് ഒന്ന് വരട്ടിയെടുക്കണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പൈനാപ്പിൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എടുത്തു കൊണ്ടുവരാം. ഒരു ശകലം ബട്ടർ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ആ പൈനാപ്പിൾ ഒന്ന് വഴറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ശകലം ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് മാത്രം, കുറച്ച് മതി, ഒരു ചെറിയ പീസ് മതി. അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പൈനാപ്പിൾ ഇത്രയും പൈനാപ്പിളാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു പൈനാപ്പിളാണ് അത്. ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്ത് അതൊരു കൂടി വന്നാൽ 250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. പൈനാപ്പിൾ നല്ലതൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൈനാപ്പിളാകുമ്പം. പക്ഷെ നമുക്കിവിടെ ഉണ്ടാകുന്ന പൈനാപ്പിളാണെങ്കിൽ കൂടുതൽ കാണും, ഒന്നും കേടാകത്തില്ല. ഇതവരെടുത്ത് ഇങ്ങനെ പറിച്ച് എറിഞ്ഞും ഒക്കെ ആയിട്ട് കുറേ ഭാഗം ചതഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 250 ഗ്രാമേ പൈനാപ്പിൾ കിട്ടിയിട്ടുള്ളൂ. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിനകത്തേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇടണം ഇതിനകത്ത്. നമുക്ക് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിൻ്റെ വിളയിച്ചെടുക്കുക ചെയ്യുന്നത് നമ്മളിത്. ഇത് നമ്മൾ വിളയിക്കാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിക്കും. അതിനാണ്. അതുപോലെ നല്ല വൃത്തിയാക്കി നമ്മൾ ചെത്തിയെടുക്കുകയും വേണം. അതിന് ഹോളായിട്ടുള്ള ആ ഭാഗമൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അത് ടീസ്പൂണാകട്ടോ. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. അത് ഇളക്കിയിട്ട് നമുക്കതിനകത്ത് കിടന്ന പഞ്ചസാരക്കകത്തോ ബട്ടറിനകത്ത് കിടന്നിട്ടോ അത് വിളയിച്ചെടുക്കണം നമുക്ക് നല്ലതുപോലെ. അതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അങ്ങ് ഇതായി വരും, കറക്റ്റായി വരും, നല്ലപോലെ വരണ്ട് വരും പെട്ടെന്ന്. കാരണം നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 3 ടീസ്പൂൺ പഞ്ചസാര അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ടേസ്റ്റിയായൊരു പുഡിങ്ങാണ് കേട്ടോ. നല്ല ഇതായിട്ട് നമുക്കിതുണ്ടാക്കി ഇതൊക്കെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കി ടേസ്റ്റുള്ളതാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം പരസ്പരം. എന്നൊക്കെയാണല്ലോ എനിക്ക് കൂടുതൽ പേര് കാണുക. ഇത് കണ്ടോ, നല്ലോണം മെൽറ്റായി നല്ലോണം ഇതായിട്ട് വിളയിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്കൊരു ചെറിയ ഗ്ലാസ്സിലോട്ടങ്ങ് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പരന്ന ഗ്ലാസ്സാണത്. അതിനകത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ പുഡിങ് റെഡിയാക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാരണം അത് നമ്മൾ ഇതിനകത്ത് തന്നെ ചേർക്കും. അതിൽ നിന്നൊരു കുറച്ച് നമുക്ക് മാറ്റിയും വെക്കണം. കാരണം അതിൻ്റെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പൈനാപ്പിൾ പുഡിങ്ങാന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ മുകളിലൊന്നും ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പാലിളക്കുകയാണ്. ഒരു 1.25 കപ്പ് പാലെടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാൽ തികച്ചില്ല കേട്ടോ. ഇത്രയും പാല് ഞാൻ എടുക്കുന്നുള്ളൂ. 1.25 കപ്പ് പാല് അത്രയും മതി. അതുകൊണ്ടാണ് അതങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് ഞാൻ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതിനകത്ത് ചേർത്തു. നമുക്കത് മെൽറ്റായി വരണം. ഇതെല്ലാം കൂടെ ഒന്ന് ഇനി നമുക്കതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ അതിനകത്ത് ചേർത്തേക്കാം. എന്ന് വെച്ചാൽ പാലത്ര കട്ടിയുള്ള പാലല്ല, അതുകൊണ്ടാണ് പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം കലക്കിയെടുക്കണം. നല്ല അടി പിടിക്കും നമുക്ക്. അതിനാണ് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് അതെല്ലാം കൂടെ മിക്സായി വരണം. ഇതിനകത്ത് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കണ്ട. കാരണം കോൺഫ്ലവർ നല്ലപോലെ കട്ടിയായി വരും. അതുകൊണ്ടാണ് ഞാൻ വേറെയും 1-2 പുഡിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട് അതിനകത്ത്. ഒരു 1/4 കപ്പുള്ളത്. കുഞ്ഞു കപ്പുമാണ്, കുഞ്ഞു കപ്പാണ്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ
ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാം നമുക്ക് ഇതിനകത്തേക്ക്. അന്നേരം വളരെ ടേസ്റ്റി ആയിരിക്കും ഇത്. രണ്ട് ടേബിൾ സ്പൂൺ. അത് നിറച്ചൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കണ്ടമാനം നിറച്ചൊന്നും ചേർക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം. അതേപോലെ നമുക്കൊരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർക്കണം. കാരണം അല്ലെങ്കിൽ മധുരം കുറവായിരിക്കും. അതുകൊണ്ട് ആകെ നമുക്ക് വേണ്ടത് 5 സ്പൂൺ പഞ്ചസാരയാണ് ഇതിന്. ഇത് നമ്മൾ ചേർക്കുകയുള്ളൂ. അത് 5 ടീസ്പൂണാണ്. നന്നായി ഇളക്കി ഇത് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. ഇത് നല്ലൊരു ഫുഡിങ്ങാണ് കേട്ടോ. ഞാൻ പഞ്ചസാരയും കൂടി ഇടുകയാണ്. ഇത് നല്ലപോലെ സ്പൂണൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനതിൽ ഇങ്ങനെ കോരിയെടുത്തപ്പോൾ അതിൻ്റെ ഭരണിയുടെ വക്കയെ തട്ടി പഞ്ചസാര അങ്ങോട്ട് തന്നെ വീണു. 2 ടേബിൾ സ്പൂൺ തന്നെ എന്നിട്ട് ഞാൻ ഇടുന്നുള്ളൂ. അത് മതി, അത്രയും മതി. നല്ല ടേസ്റ്റായിരിക്കും. അത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്, മാത്രമല്ല നമ്മൾ ഫ്രഷ് ക്രീമും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും തന്നെ കുറച്ച് മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിത് നന്നായി കുറുക്കിയെടുക്കണം. ഇതിനകത്ത് ചൈന ഗ്രാസ് വേണ്ട, ജലാറ്റിൻ വേണ്ട, ഒന്നും വേണ്ട. വളരെ നല്ലൊരു പുഡിങ്ങാണ്, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കെമിക്കലൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, ഒന്നും ചേർത്തിട്ടില്ല. കെമിക്കൽ ഒരു സാധനം ചേർക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ഇച്ചിരി വാനില എസൻസ് ചേർക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും കെമിക്കലൊന്നുമില്ലല്ലോ വാനില എസൻസിലും. നല്ല സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും കാണണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാക്കാനും പറ്റും, ഇതുണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ അറിയുന്നവരും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. നല്ലപോലെ കുറുകി വന്നത്, തിളച്ച് നന്നായി കുറുകി വന്നു. ഇനി ഇത് തണുക്കട്ടെ. കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ അങ്ങോട്ട് ചേർക്കാം. നമ്മൾ വിളയിച്ച് വെച്ച പൈനാപ്പിൾ തണുത്തതിന് ശേഷം ചേർക്കാം. നല്ല ഇതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇച്ചിരി വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ. അതിനകത്ത് ഒരു തുള്ളി വാനില എസൻസ് ഞാൻ ചേർത്തിട്ടുള്ളൂ, ഒരു ചെറിയ സ്മെല്ലിന് വേണ്ടി മാത്രം. ഇപ്പോൾ ഇത് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. എത്ര തണുത്താൽ മതി. ഇതാ നോക്ക്, ഞാൻ കുറച്ച് പൈനാപ്പിൾ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതായത് ബാക്കിയുള്ളത് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുകയാണ്. വേണ്ട, ആ പൈനാപ്പിൾ അതിനകത്തേക്ക് അങ്ങ് ചേർത്തു. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് കളറുകളൊന്നും ചേർക്കുന്നില്ല. നന്നായി ഇളക്കിയിട്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് രണ്ട് മണിക്കൂർ വരെയും തണുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. 2 മണിക്കൂർ വരെയെങ്കിലും തണുക്കണം ഫ്രിഡ്ജിലിരുന്നിട്ട്. ഞാൻ അതിനകത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഇട്ട് ഇച്ചിരി ചെറിയൊക്കെ ഇട്ട് ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് മുന്തിരി, ശകലം ചെറി, പൈനാപ്പിൾ, ഞാൻ എടുത്ത് വെച്ചിരുന്ന പൈനാപ്പിൾ, ഇതെല്ലാം കൂടെ വളരെ നന്നായിട്ടുണ്ട്.